ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. കപ്പൽ മാർഗം 6 പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഷാജഹാൻ്റെയും ഔറംഗസീബിൻ്റെയും കാലത്തെപ്പറ്റി വിവരിച്ചെഴുതുകയും ചെയ്ത ഫ്രഞ്ചുകാരൻ ജീവ് ബാപ്റ്റിസ്റ്റ് ടവേണിയർ. വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് A.L. ബാഷം. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജി. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജി. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസം. ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസം. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികൾ. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികൾ. വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ഈവ്സ് W. മക്ഗഫി 1869. ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബ്ബൺസ്. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ജപ്പാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ജപ്പാൻ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവാഹത്തി. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവാഹത്തി. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് അരുണാചൽ പ്രദേശ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് അരുണാചൽ പ്രദേശ്. ഒപ്പക്കിൻ്റെ ആസ്ഥാനം വിയന്ന. ഒപ്പക്കിൻ്റെ ആസ്ഥാനം വിയന്ന. വടക്ക് നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നത് പനാമ കനാൽ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് V.O. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് V.O. ചിദംബരം പിള്ള. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. കൺഫ്യൂഷനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈന. കൺഫ്യൂഷനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈന. കരീബിയൻ രാഷ്ട്രങ്ങളിൽ വച്ച് ഏറ്റവും വലുത് ക്യൂബ. ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. ശരീരത്തിൽ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? മജ്ജയിൽ. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോർഡ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം കരൾ. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം കരൾ. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരത്തെ ശുചിയാക്കുന്ന
കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. വന്നു, കണ്ടു, കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂലിയസ് സീസർ. വന്നു, കണ്ടു, കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂലിയസ് സീസർ. കറുപ്പ് ലഭിക്കുന്ന സസ്യം പോപ്പി. കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയും. ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ? കെനിയ. ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ? കെനിയ. കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗനാക്കി. കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗനാക്കി. ശരീരം വിയർക്കുന്നതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. ശരീരം വിയർക്കുന്നതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്, ഈയം. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ്. കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പ്രതിപാദിക്കുന്നത്? രഘുവംശം. ശിശുക്ഷേമ സമിതികളുടെ പ്രവർത്തന പരിധി ജില്ല. കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ. സർദാർ കെ.എം. പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ. സർദാർ കെ.എം. പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടെയ്ലർ. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് കാറൽ മാർക്സ്. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് കാറൽ മാർക്സ്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം മുസൂറി. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം മുസൂറി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ് ഘട്ടിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ് ഘട്ടിൽ. ഗവൺമെന്റ് സർവീസ് വിഭാഗത്തിൽ മാക്സെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് C.D. ദേശ്മുഖ് 1959. ഗവൺമെന്റ് സർവീസ് വിഭാഗത്തിൽ മാക്സെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് C.D. ദേശ്മുഖ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ. ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് P. കൃഷ്ണപിള്ള. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റുഡ്യാർഡ് ക്ലിപ്പിംഗ്. സാഹിത്യത്തിനുള്ള നോബലിനർഹനായ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ബർട്രാൻഡ് റസൽ. സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ റഷ്യക്കാരൻ ഇവാൻ ബുനിൻ 1933. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം 1888. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയി ഫാം. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയി ഫാം. ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1894. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം 1934. സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ. സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ.
സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ എവിടെയാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്? കാലിബംഗൻ. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത്? സത്ലജ്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലകൾ? ഇടുക്കി, വയനാട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. ഗുഹകളെക്കുറിച്ചുള്ള പഠനം? സ്പീലിയോളജി. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. സുങ്ങു വംശം ഭരിച്ചിരുന്ന രാജ്യം? ചൈന. ഗുജറാത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മൊധേര. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്